സ്വാഗതം. നമുക്കിന്ന് ചെയ്യേണ്ടത് ഇന്റഗ്രൽ എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ് ചെയ്യാനുള്ളത്. ഇവിടെ രണ്ട് ഫംഗ്ഷൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് തന്നേക്കണം. ഒന്ന് ഇൻവേഴ്സ് ഫംഗ്ഷനും മറ്റൊന്ന് ആൽജിബ്രിക് ഫംഗ്ഷനും. ഇതിൽ ഏത് ആദ്യം എഴുതും? ഇൻവേഴ്സ് ഫംഗ്ഷനല്ലേ ആദ്യം എഴുതാനുള്ളത്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഷോർട്ട് ഫോം ഐ ലേറ്റ് എൽ എ ടി ഇ എന്നല്ലേ പഠിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് ആദ്യം കിടക്കുന്ന ഇൻവേഴ്സ് ഫംഗ്ഷൻ, പിന്നീടാണ് ആൽജിബ്രിക് ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ മാറ്റി എന്തെന്ന് എഴുതാം? സൈൻ ഇൻവേഴ്സ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എഴുതാം. ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വന്നാൽ നമ്മൾ ചെയ്യുന്നത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. നമുക്കത് അപ്ലൈ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ദാറ്റ് ഈസ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ആയി. അടുത്തത് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എന്താ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ്, അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, അത്രയായി. ഇനി നമുക്കതിൻ്റെ ആൻസർ എഴുതി നോക്കാം. അപ്പം എന്താ വരുന്നത്? ഇനി ആൻസർ എഴുതുന്നതിന് മുമ്പ് ഇതിപ്പോൾ ഇവിടെ എന്തെന്നിരിക്കട്ടെ, ഒന്നെന്നിരിക്കട്ടെ. ഈ ഇൻ്റഗ്രലിനകത്ത് കിടക്കുന്ന എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ, ഇത് ഇവിടെ ഇട്ട് ചെയ്യാൻ പറ്റത്തില്ല, കോംപ്ലിക്കേഷനാണ്. നമുക്ക് അത് മാത്രം സൈഡ് നോട്ട് എഴുതാം. എന്താ? എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ നമ്മൾ സൈഡ് നോട്ട് എഴുതും. എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതും. ഓക്കെ, ഇനി നോക്കുകയാണ് താഴെ കിടക്കുന്നതിൻ്റെ ഡെറിവേറ്റീവാണ് മുകളിൽ കിടക്കുന്നത്. 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവാണ് എന്തെന്ന് പറഞ്ഞാൽ 2x dx. ഇവിടെ എക്സ് ഡി എക്സ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എക്സ് 1 മൈനസ് എക്സ് സ്ക്വയറിന് എന്തെന്ന് കൊടുക്കാം? ടി എന്ന് കൊടുക്കാം. ഇനി ഡെറിവേറ്റീവ് എടുത്താൽ വരുന്നു മൈനസ് 2x dx ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് വരുന്നു. 1 മൈനസ് എക്സ് സ്ക്വയറിന് നമ്മൾ ടി കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒന്നിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, 2x dx. ഓക്കെ, ഡി ടി നമുക്ക് എന്ത് മതി? എക്സ് ഡി എക്സ് മതി. ന്യൂമറേറ്ററിൽ എക്സ് ഡി എക്സ് അല്ലേ ഉള്ളൂ. ഇതിൻ്റെ ഇൻ്റഗ്രലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? മൈനസ് 1/2 ഡി ടി എന്ന് വരുന്നു. അപ്പോൾ ഇത് ഇതിലോട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ വരുന്നു മൈനസ് 1/2 നമുക്ക് വെളിയിൽ അങ്ങ് കൊടുക്കാം. പിന്നെ എക്സ് ഡി എക്സിന് പകരം ബാക്കി എന്താ? മൈനസ് 1/2 പോയാൽ പിന്നെ ഡി ടി അല്ലേ. അപ്പോൾ ഡി ടി ബൈ റൂട്ട് ടി എന്നല്ലേ കിട്ടിയത്. ഓക്കെ, അതായത് 1 മൈനസ് എക്സ് സ്ക്വയറിന് ടി എന്ന് കൊടുത്തു, റൂട്ട് അവിടെ ഉണ്ടായിരുന്നു, റൂട്ട് ടി. ഈ റൂട്ടിനെ നമുക്ക് മാറ്റാം. മൈനസ് 1/2 വെളിയിൽ അതുപോലെ ഉണ്ട്, ഇൻ്റഗ്രൽ ഇട്ടു, റൂട്ട് മാറ്റി ടി റൈസ് ടു എന്തെന്ന് എഴുതാം? മൈനസ് ഹാഫ് എന്ന് എഴുതാം, ഡി ടി ഇട്ടു. അപ്പം ഇത് മോഡലായി. എക്സ് റൈസ് ടു എൻ മോഡലായില്ലേ. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഉത്തരം എന്താ? എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ അല്ലെങ്കിൽ എ റൈസ് ടു എൻ. എ റൈസ് ടു എൻ്റെ ഉത്തരം എ റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. അപ്പം ഇവിടെ എങ്ങനെ വരും? അത് മൈനസ് 1/2 വെളിയിൽ അതുപോലെ കൊടുത്തു, ഉത്തരമായി വരുന്നു ടി റൈസ് ടു ഹാഫ് ബൈ ഹാഫ് എന്ന് വരുന്നു. അതെങ്ങനെയാ വന്നത്? മൈനസ് 1/2 1 ആഡ് ചെയ്യുമ്പം 1 അര പോയ അരയല്ലേ, അങ്ങനെയാണ് ടി റൈസ് ടു ഹാഫ് വന്നത്. ബൈ ഹാഫ്, ഈ ഹാഫും ഈ ഹാഫും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ വരുന്നു എന്ത് വരുന്നു? മൈനസ് ടി റൈസ് ടു ഹാഫ് എന്ന് വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടി എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. 1 മൈനസ് എക്സ് സ്ക്വയർ ഹാഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരുന്നു? മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നായി ഇതിൻ്റെ ആൻസർ. ഇതിവിടെ എഴുതി കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് അതുപോലെ എഴുതി. ഇതിന് പകരം എൻ്റെ ആൻസർ എന്താ കിടക്കുന്നത്? മൈനസ് ഇൻറ്റു മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഈ മൈനസ് അവിടെ ഇട്ടു, ഇൻ്റഗ്രൽ സൈൻ ഇട്ടു. ഇനി ഡെറിവേറ്റീവ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്താ? 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു അടുത്തതിൻ്റെ ആൻസർ കിട്ടിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആൻസർ കിട്ടിയത് എന്തെന്നാ കൊടുത്തത്? ഒരു മൈനസ് ഇട്ടു, റൂട്ട് ഇട്ടു, 1 മൈനസ് എക്സ് സ്ക്വയർ ഇട്ടു. ഇനി ഇവിടെ ഇൻ്റഗ്രൽ സൈൻ ഉണ്ടായതുകൊണ്ട് നമ്മളിവിടെ ഡി എക്സ് കൊടുത്തു. നോക്കിക്കേ, ഈ 1 മൈനസ് എക്സ് സ്ക്വയറും ഈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ആയില്ലേ. ഓക്കെ, ഈ മൈനസും ഈ മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആയില്ലേ. അപ്പം നമുക്ക് വന്നത് ആൻസർ സൈൻ, ഇവിടെ ഒരു മൈനസ് ഇല്ലേ, അത് ആദ്യം കൊടുക്കാം. അപ്പം
സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി ഈ മൈനസ് ഈ മൈനസും കൂടെ ചേർന്ന് എന്തായി? പ്ലസ് ആയി. ഇത് ക്യാൻസൽ ചെയ്താൽ പിന്നെ ഡി എക്സ് അല്ലേ ഉള്ളൂ. ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? ഉത്തരം എക്സ് ആണ്. ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആണ്. ഇൻ്റഗ്രൽ സൈൻ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് പ്ലസ് സി കൊടുക്കാം. ദാറ്റ് ഈസ് ദ ആൻസർ. ഇത് 2 മാർക്കിന് സ്ഥിരം ചോദിച്ചുകൊണ്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ ഇതിനെ മാറ്റി വേണമെങ്കിൽ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് രണ്ടാമത് എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് മാറ്റി എഴുതിക്കോളാം. ഓക്കെ, താങ്ക് യു.